Hello guys, welcome to our YouTube channel. ഇന്ന് നമുക്കൊരു അടിപൊളി നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ. അതിലേക്ക് 3 വലിയ സവാള ഞാൻ അരിഞ്ഞ് കനം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 3 പച്ചമുളകും അത് നമുക്ക് ചതച്ച് എടുക്കാം കേട്ടോ. പിന്നെ പട്ട, കറയാമ്പ്, ഏലക്ക, കുരുമുളക് ഇതാണ് വേണ്ടത്. ഇത് നമുക്കിപ്പോൾ 2 ഗ്ലാസ് അരിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. നമുക്കതിലേക്ക് ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യൊക്കെ ചൂടാവുമ്പോഴേക്കും നമുക്ക് ആ കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ആദ്യം ബ്രൗൺ കളറാക്കിയിട്ട് വറുത്ത് എടുക്കാം. ഇതിൽ 3 സവാളയുള്ളൂ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1.5 സവാളയോളം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ, ഒരു ബ്രൗൺ കളറാക്കി. ബാക്കി 1.5 സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അരിഞ്ഞത്. അപ്പോൾ ഇത് ബ്രൗൺ കളറാവട്ടെ. നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് കോരി മാറ്റി വെക്കാമേ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആ ബാലൻസ് നെയ്യിലേക്ക് ഞാൻ കാഷ്യൂസ് ഇടുന്നുണ്ട്. കാഷ്യൂസും വറുത്ത് കോരി അതിന് ശേഷം ആ സെയിം നെയ്യിലേക്ക് തന്നെ പട്ട, കറയാമ്പും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ബാലൻസ് 1.5 സവാളയും കൂടെ ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ എടുക്കുന്നുണ്ട് വേഗം വാടാൻ വേണ്ടി. ഇത് ഗോൾഡൻ കളർ ആവേണ്ട, ഒരു നേരിയ ഒന്ന് വാടിയാൽ മതി അത് കേട്ടോ. എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിപ്പോൾ 2 ഗ്ലാസ് റൈസാണ് എടുത്തേക്കണം. അപ്പോൾ അതിന് 4 ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ റൈസ് നല്ല ശരിക്കും നമുക്ക് എണ്ണയിലിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. റൈസ് ഒന്ന് പൊട്ടി വരാൻ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം, ഇങ്ങനെ റൈസ് പൊട്ടണത്. നേരെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് ആ തിളപ്പിച്ച് വെച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു ഇതിൽ വേണം നമുക്ക് റൈസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനേ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് നോർമൽ ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസൊക്കെ എടുക്കാം. ഇനി സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഈ റൈസിനധികം വേവില്ല. സോ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ സാധനം നേരെ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാവും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, റൈസൊക്കെ നല്ലോണം വിട്ട് വരുന്നുണ്ട്. അധികം വെന്തൊന്നും പോയിട്ടില്ല. വെള്ളം വറ്റിച്ച് തന്നെ എടുത്തതാണ് ഇത്. അത് നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നെയ്ച്ചോറിൻ്റെ. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച സവാളയും ഈ കാഷ്യൂനട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. സ്വല്പം എണ്ണയും കൂടെ വേണമെങ്കിൽ വെളിച്ചെണ്ണയല്ല ഗീയും കൂടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ സൈഡ് ഡിഷായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടൂണ ഫ്രൈ ആണ്. ചിക്കൻ ഇതൊക്കെ എടുത്തെല്ലാം മടുത്തു. അപ്പോൾ ഇനി ഞാൻ ഓർത്ത് കുറച്ച് ടൂണ എടുത്ത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഫ്രൈ ആക്കി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ നല്ല വലിയ ടൂണയായിരുന്നു. അത് മുറിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൂണ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ സാലഡും കൂടെ ഉണ്ടാക്കിയിരുന്നു. ഒരു ടൊമാറ്റോവും ഇതൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോലെ റൈസ്. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പി കഴിക്കാം. ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്രസൻറ്റും കൂടെ ചെയ്യുന്നുണ്ട്. സാലഡൊക്കെ ഇട്ട് ഇനി കുറച്ച് അച്ചാറും പപ്പടവും കൂടെ വെച്ചാൽ നമ്മുടെ അടിപൊളി
നെയ്ച്ചോർ കോംബോ റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.